അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2026 നടന്ന പാദവാർഷിക പരീക്ഷയുടെ 2ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നക്തുബുൽ അജ്വിബത ബില്ലുഗത്തിൽ അറബിയ. അറബിയിൽ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനുള്ളതാണ്. അതിലൊന്നാമത്തത് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, മാ ഹാദ, ഇതെന്താണ്? മാങ്ങൻ്റെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാങ്ങയാണ് എന്നുള്ളത് അറബിയിൽ എഴുതണം. അപ്പോൾ അതിൻ്റെ ആൻസർ ഹാദ മാഞ്ച, അതാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തേത് മാ ഹാദിഹി, ഇത് എന്താണ്? ഇത് പൂച്ചയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് പൂച്ചയാണ് എന്നുള്ളതിൻ്റെ അറബി എഴുതണം. അപ്പോൾ ഇവിടെ ഹാദിഹി എന്നാണ്. അപ്പോൾ ആൻസറിലും ഹാദിഹി എന്ന വരാം. ഹാദിഹി ഹിറത്തുൻ, ത ഉണ്ടായതുകൊണ്ട് മുഅന്നസ് ആയതുകൊണ്ട് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാദിഹി എന്നാണ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഹാദിഹി ഹിറത്തുൻ. അടുത്തത് മൻ ഹാദ, ഇത് ആരാണ്? ഇത് മകനാണ്, അത് ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഹാദ ഇബ്നുൻ, അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ഇനി അതല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും കുട്ടിയുടെ പേരാണെങ്കിൽ ഇപ്പോൾ ബാസിം എന്നുള്ള നമ്മുടെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ ഹാദ ബാസിമുൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അടുത്തത് മാ ഹാദിഹി, ഇത് എന്താണ്? അതൊരു പൂവിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഇത് പൂവാണ് എന്നുള്ളതിൻ്റെ അറബിയാണ് എഴുതേണ്ടത്. അപ്പോൾ ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാണ്. അടുത്തത് നുക്കമ്മിലു മാ യുനാസിബു, യോജിച്ചത് ചേർത്ത് പൂർത്തീകരിക്കുക. അവിടെ കള്ളിയിൽ ഹാദ എന്നുണ്ട്, ഹാദിഹി എന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഹാദ എന്ന് വെച്ച് ചേർക്കുക, അല്ലെങ്കിൽ ഹാദിഹി എഴുതിയിട്ട് ചേർക്കുക, പൂർത്തിയാക്കുക. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ബാബുൻ, ബാബുൻ എന്നുള്ളതിൻ്റെ ലാസ്റ്റ് ത ഇല്ല. അപ്പോൾ അത് പുല്ലിംഗമാണ്, മുദക്കറാണ്. അപ്പോൾ ഹാദ എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹാദ ബാബുൻ. രണ്ടാമത്തത് ഷജറത്തുൻ എന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ അവിടെ ഹാദ എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഹാദിഹി കൊടുക്കണം. ഏതാണോ കൊടുക്കേണ്ടത്? ഷജറത്തുൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ലാസ്റ്റ് ത ഉണ്ട്. അപ്പോൾ അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ ഹാദിഹി എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഹാദിഹി ഷജറത്തുൻ എന്നാണ്. മൂന്നാമത്തത് ഡാഷ് കുർസിയുൻ, കുർസിയു എന്നുള്ളത് പുല്ലിംഗമാണ്, ലാസ്റ്റ് ത ഇല്ല, പുല്ലിംഗമാണ്. അപ്പോൾ ഹാദാ കുർസിയുൻ, ഇത് കസേരയാണ്. നേരെ മുകളിലത്ത് ഹാദിഹി ഷജറത്തുൻ, ഇത് മരമാണ്. അതിൻ്റെ മുകളിലത്ത് ഹാദാ ബാബുൻ, ഇത് വാതിലാണ്. നാലാമത്തത് ഡാഷ് ദജാജത്തുൻ, പിടക്കോഴി എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. അത് സ്ത്രീലിംഗമാണ്, കാരണം ലാസ്റ്റ് താ ഉണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുക ഹാദിഹി ദജാജത്തുൻ എന്നാണ്, സ്ത്രീലിംഗമായതുകൊണ്ട്. ഇത് പിടക്കോഴിയാണ്. അഞ്ചാമത്തത് ഡാഷ് ദീക്കുൻ, ദീക്കുൻ എന്ന് പറഞ്ഞാൽ പൂവൻകോഴി. അപ്പോൾ ഹാദാ ദീക്കുൻ എന്നാണ്, ഇത് പൂവൻ കോഴിയാണ്. അടുത്തത് സയ്യാറത്തുൻ, കാറ്, അവസാനം ത ഉണ്ട്, അപ്പോൾ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഹാദിഹി സയ്യാറത്തുൻ, അങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, നുക്കമ്മിലു കമാ ഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ളതുപോലെ പൂർത്തിയാക്കുക. ഉദാഹരണം, ഉസ്താദിൻ്റെ പിക്ചറുണ്ട്. അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. അപ്പോൾ അതിന് നേരെ താഴെ ആ പിക്ചർ നോക്കിയാൽ കാണാം, ഒരു പെൺകുട്ടി ആൺകുട്ടിയെ ചൂണ്ടിയിട്ട് എന്താ പറയുന്നത്? ഇബിനു എന്നാണ്, മകനാണെന്നാണ്. അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് നീ മകനാണ് എന്നാണ്, നീ മകനാണ്. അപ്പോൾ അൻത എന്ന് പറഞ്ഞാലും അൻതി എന്ന് പറഞ്ഞാലും നീ എന്നാണ് അർത്ഥം. ഇവിടെ ആൺകുട്ടിയെ സൂചിപ്പിക്കുന്നത് കൊണ്ട് പുല്ലിംഗമായതുകൊണ്ട് അൻത ഇബിനുൻ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അൻത എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കുക. ഇബിനുൻ അപ്പുറത്തുണ്ട്, അപ്പോൾ അൻത എന്ന് എഴുതി കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. മൂന്നാമത്തത് ആൺകുട്ടി പെൺകുട്ടിയെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. അതിന് നേരെ അപ്പുറത്ത് ബിൻതുൻ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്.
മകൾ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൻത എന്നാണോ അൻതി എന്നാണോ? അൻത എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിന് ഉപയോഗിക്കും, അൻതി ആവുമ്പോൾ സ്ത്രീലിംഗമായിരിക്കും. പെൺകുട്ടി ആയതുകൊണ്ട്, സ്ത്രീ ആയതുകൊണ്ട്, അപ്പോൾ അൻതി ബിന്തുൻ, നീ മകളാണ്, അങ്ങനെ എഴുതേണ്ടത്. അടുത്തത് മൗസുൻ, അവിടെ അന എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് മൗസുൻ എന്ന് എഴുതി കൊടുക്കുക. വാഴപ്പഴത്തിന് മൗസുൻ എന്നല്ല പറയാം, അപ്പോൾ അന മൗസുൻ. അടുത്തത് പൈനാപ്പിൾ, പൈനാപ്പിളിൻ്റെ അറബി അനാനാസുൻ എന്നാണ്. അപ്പോൾ അന അനാനാസുൻ, ഞാൻ അനാനാസാണ്, ഞാൻ പൈനാപ്പിളാണ്. അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അല്ലാഹു തആല നമുക്ക് നാഫിഅ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.